ബിസ്മില്ല, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ല, ഇവിടെ നമുക്കും സുഖം. ഇന്ന് നമുക്ക് ചിക്കൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ ദം ബിരിയാണിക്കും ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ചിക്കൻ ദം ബിരിയാണിക്കും കുറേ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നോക്കാം നമുക്ക് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ആണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെ ട്രൈ ആക്കി നോക്കാം, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്കിന്നൊരു സൂറത്തിൻ്റെ മഹത്വങ്ങൾ പഠിക്കാം. ഈ ബിരിയാണി ആക്കുന്നത് നോക്കിക്കൊണ്ട് തന്നെ ഒരു അധ്യായത്തിൻ്റെ മഹത്വം പഠിക്കാം. അധ്യായം 113, സൂറത്തുൽ ഫലഖ്. അപ്പോൾ ഫലക്കിൻ്റെ അർത്ഥം, ഫലഖ് എന്നാൽ പ്രഭാതം എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഫലക്കിൽ നിന്ന് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പറയുക, പ്രഭാതത്തിൻ്റെ രക്ഷിതാവോട് ഞാൻ ശരണം തേടുന്നു. മിൻ ശർരി മാ ഖലഖ്. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതിയിൽ നിന്ന്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഇരുളടയുമ്പോഴുള്ള രാത്രിയുടെ കെടുതൽ നിന്ന്. വമിൻ ശർരിൻ നഫാസാത്തി ഫിൽ ഉഖദ്. കെട്ടുകളിൽ നിന്ന് ഊതുന്ന സ്ത്രീകളിൽ നിന്നും. ശ്രദ്ധിക്കുക, കെട്ടുകളിൽ നിന്ന് ഊതുന്ന സ്ത്രീകളിൽ നിന്നും. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാളു അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്നും. സ്വദഖല്ലാഹുൽ അലീം. ഈ സൂറത്തിൻ്റെ അർത്ഥം പറഞ്ഞാൽ ഒരു കാരണമുണ്ട് കേട്ടോ. ഈ സൂറത്തിനെ നമ്മളെ വലത് കൈയെടുത്ത് നമ്മളുടെ ചെസ്റ്റിൻ്റെ മേൽ, ഹാർട്ടിൻ്റെ മേലിൽ വെച്ചിട്ട് 3 പ്രാവശ്യം ഈ ഫലഖ് എന്ന സൂറത്തിനെ ഊതി നമുക്ക് ഇഷ്ഫു എന്ന് ഊതി മന്ത്രിക്കാം. ഇങ്ങനെ മന്ത്രിച്ചാൽ നമുക്ക് പോലും ഇനിയൊരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിത്നയോ അവരുടെ മനസ്സിൽ നമ്മളെ കൽബിനെ സൂക്ഷിക്കാം. ഇന്നൊരാളെ മേലെ കാണുന്നുള്ള ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദുകളിൽ നിന്ന് നമുക്ക് നമ്മളെ തന്നെ രക്ഷപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഗീബത്ത്, നമീമത്ത് ഇനിയൊരാളെ പറയാതെ ഇരിക്കാൻ പറ്റും. അവർ പറയുന്നത് പോലും നമ്മൾക്ക് ഒരു സേഫ്റ്റി, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ബ്ലാക്ക് മാജിക്, സിഹിർ, ഇതിൽ നിന്നും പോലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അസൂയ, കണ്ണീര്, ഇങ്ങനെ പല ഒരു റീസൺസ് ഉണ്ട് അതിന്. അപ്പോൾ അതെല്ലാം നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. സൂറത്തുൽ ഫലഖ് നമ്മൾ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുക, നമ്മളെ ചെസ്റ്റിൻ്റെ മേലിൽ ഓതിക്കൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ബിരിയാണിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ചിക്കൻ ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്ന മസാല. അപ്പോൾ നല്ല ചൂടായ പാനിലോട്ട് നമുക്ക് ഉള്ളി നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ല ഫ്രൈ ആയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1.5 സ്പൂൺ, 2 മിക്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ അത് ഒരു 1.5 സ്പൂണ് ഇടാം. അതിൻ്റെ പച്ച ചോയ മണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. നമുക്ക് 4 ബിഗ് സൈസിൽ ടൊമാറ്റോ ഇടാം. എന്നിട്ട് അത് നല്ല രീതിയിൽ മെൽട്ടായി കിട്ടുന്നത് വരെ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ടൊമാറ്റോ ഒന്ന് റെഡിയായി കിട്ടുന്ന സമയത്ത് നമുക്ക് ഇനിയൊരു പാനിൽ നല്ല രീതിയിൽ ചൂടാക്കി നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് അധികം ഇഷ്ടപ്പെടുന്നവർ നെയ്യിടാം, ഇല്ല കുറച്ചും കൂടി നമുക്ക് സൺഫ്ലവർ ഓയിലും, ഇല്ല നമ്മൾ ഏത് വെജിറ്റബിൾ ഓയിൽ യൂസ് ആക്കുന്ന, ഇല്ല തേങ്ങ യൂസ് ആക്കുന്നവർക്ക് അതും യൂസ് ആക്കാം. എന്നിട്ട് നമുക്ക് പട്ട, കറാമ്പ്, ഏലക്ക,
എല്ലാം ഇടാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഉള്ളി ഇടാം. ഒരു മഗ് അരിക്ക് 2 മഗ് വെള്ളം. അപ്പോൾ നല്ല ഫ്രൈ ആയതിനു ശേഷം 2 മഗ് വെള്ളം നമുക്ക് നല്ല ചൂടായി ആക്കി വെച്ച കെട്ടലിൽ നല്ല രീതിയിൽ ചൂടാക്കി വെച്ച വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ആ സമയത്ത് നമ്മളെ ടൊമാറ്റോ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇനി നമുക്ക് പൊടികളിടാം. മല്ലിപ്പൊടി 1.5 സ്പൂണ്, മുളക് പൊടി 2 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ 1/2 കിലോ ഇത് നല്ല രീതിയിലൊന്ന് ഇട്ടിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് വെക്കാം. നേരത്തെ വെച്ച വെള്ളം നല്ല രീതിയിൽ തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ കഴുകി വെച്ച അരി ഒന്ന് അതിലിടാം. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഉപ്പെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് ഉപ്പ് കുറവോ കൂടുതലോ ഉണ്ടായാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 20 മിനിറ്റ്സ് 25 മിനിറ്റ്സിനുള്ളിൽ നമ്മളെ ചോറ് റെഡിയായി കിട്ടും. ഒന്ന് ഇളക്കി കൊടുക്കുക, അങ്ങനെയൊന്നും വേണ്ട. അടിച്ച് നല്ല രീതിയിൽ ലിഡൊന്ന് അടിച്ച് വെക്കുക. നല്ല രീതിയിൽ ദമ്മ് ഉണ്ടായാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിൻ്റെ ഇടയിൽ ഒന്ന് ചിക്കൻ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ അരിയൊന്ന് നല്ല രീതിയിൽ തിളക്കുന്ന സമയത്ത് നമുക്കൊരു ലെമൺ അതിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചോറിലോട്ട് ഈ ലെമൺ ഒഴിക്കുന്നത് കൊണ്ട് ചോറ് നല്ല രീതിയിൽ വിടർന്ന് കിട്ടും. ഞാൻ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ സമയത്താണ് ഉപ്പിടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക.
അപ്പോൾ നമുക്ക് ഒരു സലാഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബിരിയാണിക്ക് മസ്റ്റല്ലേ നമുക്ക് സലാഡ്. അപ്പോൾ ഈ സലാഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു 2 ക്യാരറ്റ് നല്ല രീതിയിലൊന്ന് കട്ടാക്കി എടുക്കാം. നമുക്ക് ക്യൂക്കമ്പർ എടുക്കാം, അതും നല്ല രീതിയിൽ കട്ടാക്കി എടുക്കാം. ഇങ്ങനെ കട്ടാക്കി എടുത്താൽ കാണാനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അതിനാ ഇങ്ങനെ കട്ടാക്കി എടുത്തത്. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കട്ടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ കട്ടിങ് ആകുന്നതിന് മുമ്പേ നമ്മളെ ചോറ് വെന്ത് കഴിഞ്ഞ് ഞാൻ വേറെ എന്ത് ഫുഡ് കളറൊന്നും ഒഴിക്കില്ല കേട്ടോ. കുറച്ച് പാലിലേക്ക് കുറച്ചൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടാൽ അത് നമുക്ക് നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് ചോറിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് സലാഡിലോട്ട് ക്യാബേജ് കുറച്ച് കട്ടാക്കി ഇടാം. എന്നിട്ട് ഒരു ലെമൺ ഇടാം. കുരുമുളക് ഇഷ്ടപ്പെടുന്നവർ കുരുമുളക് ഇടാം, ഉപ്പിടാം. എന്നിട്ട് കാന്താരി മുളകും എന്തെങ്കിലും ഇടുന്നവർ അതും ഇടാം. ഇല്ല നമുക്ക് ഇത്രയും മതി എന്ന് വിചാരിക്കുന്നവർ ഇത്ര മതി. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട് ചിക്കൻ്റെ. അതിലോട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മളെ ചോറിലോട്ടും മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.